എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 പൂരാടം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Lovers, Knight of Swords, Ten of Pentacles, Queen of Pentacles, Four of Pentacles, King of Cups. ആദ്യം തന്നെ ലവേഴ്സ് ആൻഡ് ഫോർ ഓഫ് പെൻഡക്കിൾസ് എനർജി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം കുറച്ച് സാമ്പത്തികം കുടുംബാന്തരീക്ഷവുമായിട്ടുള്ളൊരു അതായത് സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളും പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളുണ്ടാകാം. ഇവിടെ സൂചിപ്പിക്കുന്ന ഒന്നുകിൽ നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുടുംബത്തിൽ, അതായത് നിങ്ങൾ ആരുടെയെങ്കിലും നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ അതായത് ഹസ്ബൻഡോ വൈഫോ അവരുടെ വീട്ടിലോ അവർക്ക് പരിചയമുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിൽപ്പെട്ട ആളുകൾക്കോ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ലോൺ, എന്തെങ്കിലും ജാമ്യം നിൽക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ലോൺ എടുത്ത് കൊടുത്തിട്ട് ആ പൈസ തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ കുടുംബത്തിൽ ആ തീരുമാനം ഒരുപക്ഷെ നിങ്ങൾ ഒരുമിച്ചെടുത്തതായിരിക്കില്ല. നിങ്ങൾ ഹസ്ബൻഡോ വൈഫോ അറിയാതെ, നിങ്ങൾ ചിലപ്പോൾ വൈഫ് അറിയാതെ ഹസ്ബൻഡോ, ഹസ്ബൻഡ് അറിയാതെ വൈഫോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. മറ്റുള്ളവർ കാരണം സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജാമ്യം നിന്നതോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും ധനസഹായം എന്നുള്ള രീതിയിൽ ലോൺ എടുക്കാൻ നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നൊരു സിറ്റുവേഷൻ ആവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൊതുവേ പറയുകയാണെങ്കിൽ തന്നെ നിങ്ങളെ നക്ഷത്രപ്രകാരം ജാമ്യം നിൽക്കാൻ പോവുക, മറ്റുള്ളവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്യുമെങ്കിൽ, അതായത് ആ പൈസ നിങ്ങൾ കുറച്ച് ഒരാൾക്ക് കൊടുത്താൽ അത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കടം വരാൻ സാധ്യതയില്ല എങ്കിൽ മാത്രം സഹായിക്കുക. കാരണം നിങ്ങളത് കടമെടുത്ത് കൊടുത്താണ്, നിങ്ങളത് അടയ്ക്കാൻ വേണ്ടി ഒത്തിരി അധികം തുകയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ സഹായം ചെയ്യാൻ നിൽക്കാതിരിക്കുന്നതാണ് പൊതുവേ നല്ലത്. അത് നിങ്ങൾക്ക് കൊടുത്തത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിലും ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങളുടെയൊക്കെ ഫലം വരുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊടുത്ത പൈസയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് കടങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമല്ല ഇപ്പോൾ ഒരു മാസം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സംഘർഷം നിങ്ങൾക്കുണ്ടായേക്കാം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതി, നിങ്ങൾ കുറച്ച് ലൈറ്റായിട്ടായിരിക്കും സംസാരിക്കുക, അല്ലെങ്കിൽ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും കിട്ടേണ്ടതെന്ന് അവർ പറയുന്ന അവധിക്ക്. അപ്പോൾ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അവരുടെ ബാധ്യതകൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ നീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിയമ നടപടിക്ക് ഒരുങ്ങാം എന്നുള്ള രീതിയിലേക്ക് പോയാൽ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുറച്ചധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് സോർഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജീസ് ആണ്. കാരണം ഇവിടെ എളുപ്പത്തിൽ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല. അപ്പോൾ അതിന് ഒരു നല്ലൊരു വക്കീലിനെ കാണുക, വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല സമയമാണ്. കാരണം നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് പഠിക്കാനുള്ള അവസരം വരുന്നുണ്ട്. വിദേശത്ത് പോയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടാവുന്നുണ്ട്. പൊതുവേ നിങ്ങളിൽ വലിയൊരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം കൂടുതലുള്ളൊരു സമയമാണ് ഈ മാസം. അപ്പോൾ അതിൻ്റേതൊക്കെ ഒരു തൃപ്തിയും സന്തോഷവും മറ്റുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് തരുന്ന സമയമാണ്. അപ്പോൾ മത്സര പരീക്ഷകളും മറ്റുമൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സമയമാണ്. അതിൽ വിജയസാധ്യതകളും കൂടുതലാണ്. അതേപോലെ ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ
നിങ്ങൾ ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവും, അപ്പോൾ സൈഡ് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം, ധനസമ്പാദനത്തിലുള്ള അവസരമാണ് വരുന്നത്. അതായത് പഠനത്തിനുള്ള അവസരങ്ങൾ, വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതോടൊപ്പം സൈഡായിട്ട് ചിലപ്പോൾ സാറ്റർഡേ സൺഡേ വർക്ക് ചെയ്യുന്നത്, ഈവനിങ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 മണിക്കൂർ ദിവസവും വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ തരത്തിൽ ധനം സമ്പാദിക്കാൻ, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനുള്ളതെങ്കിലും ഉള്ള രീതിയിലുള്ള ധനം നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് തൃപ്തികരമായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, ഒരു ജോലിയൊക്കെ ഉള്ളവർ, ആ ഒരു പ്രായത്തിൽ നിൽക്കുന്നവർ, നല്ലൊരു സമയമാണ് സാമ്പത്തികമായിട്ട് മുന്നേറാൻ. പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളൊരു ഹയർ പൊസിഷനിലേക്ക് പോകാനുള്ള സാധ്യത, വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ലൈഫ് നല്ല രീതിയിൽ മുന്നേറാനായിട്ട് പറ്റുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു, എങ്ങനെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകണം, അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടാവും. പ്രൊമോഷനും മറ്റു കാര്യങ്ങൾ, സാമ്പത്തിക വർധനവ് പല രീതിയിൽ, അതായത് ധനം, നിങ്ങളുടെ ജോലിയിൽ നിന്നുള്ള സാമ്പത്തിക വർധനവ് ഉണ്ടാകുന്നുണ്ട്. പ്രൊമോഷനും കാര്യങ്ങളിലൂടെയൊക്കെ ശമ്പള വർധനവും നല്ല പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു അവസരമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ മറ്റു വഴികളിലൂടെയുള്ള ധനസമ്പാദനവും സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങളിപ്പോൾ ഒരു ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ ജോലിയിൽ നിങ്ങൾ മുന്നേറുന്നുണ്ട്, സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതി എന്നുള്ള രീതിയിലും. അത് കൂടാതെ നിങ്ങൾ സൈഡ് ബിസിനസ് അല്ലെങ്കിൽ ഒരു സൈഡ് ഹസിൽ എന്നൊക്കെ പറയുന്ന പോലുള്ള സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ സൈഡ് ബിസിനസ് കാര്യങ്ങളൊക്കെ നല്ല സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു മാസം അതിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലൂടെ മറ്റൊരു വരുമാന മാർഗം കൂടി നിങ്ങൾക്ക് നേടാൻ പറ്റുന്നു എന്നതിൻ്റെ ഒരു തൃപ്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് സോട്സ് ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. മാനസികമായിട്ട് ഈ പറഞ്ഞ പോലെ ചില കൊച്ചു സാമ്പത്തികമായിട്ട് ഇത് കിട്ടാക്കടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവെ ഒരു നല്ല സമയമാണ് അല്ലാത്ത പക്ഷം എന്നുള്ളത്. കാരണം ഫാമിലിയിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു. മക്കളൊക്കെ വലിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ മക്കൾക്ക് ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ തൃപ്തികരമായിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് ജീവിതത്തിലേക്ക് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു തൃപ്തികരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ കരുതാം. അത് നിങ്ങൾക്ക് ഒത്തിരി അഭിമാനവും തരുന്നൊരു സാഹചര്യം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് നിങ്ങൾക്ക് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ കലാകാരന്മാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ അർഹതപ്പെട്ട അവാർഡുകൾ കാര്യങ്ങളൊക്കെ ലഭിക്കാം. കലാകാരന്മാരല്ലാത്തവരാണെങ്കിലും അവാർഡ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അർഹതപ്പെട്ട ഒരു അംഗീകാരം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏത് ഫീൽഡിൽ നിൽക്കുന്നതാണ് എങ്കിലും ആ ഒരു ഫീൽഡിൽ നിങ്ങൾ അർഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ചില ആളുകൾ, നിങ്ങൾ ഏതെങ്കിലും സോഷ്യൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിലും, നിങ്ങളുടെ വർക്കിലാവാം, ചില ആളുകൾക്ക് കരിയറിലാവാം, ബെസ്റ്റ് എംപ്ലോയി അല്ലെങ്കിൽ ഇന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു സാധ്യതയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 10 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിൻ്റെ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും പല സാമ്പത്തിക പ്രതിസന്ധികളും മാറാം. അപ്പോൾ നിങ്ങളിരിക്കുന്ന തീരുമാനത്തിനനുസരിച്ചിട്ടും ഇരിക്കും. സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ നമ്മളൊന്ന് സോഫ്റ്റായി അല്ലെങ്കിൽ ഒന്ന് അഴഞ്ഞു കൊടുത്താൽ, താഴ്ന്നു നിന്നാൽ ചില ആളുകൾ അത് തരമായിട്ട് എടുക്കുമെന്ന് പറയും. അപ്പോൾ ആ ഒരു രീതിയിൽ താഴ്ന്നു കൊടുക്കാതെ നിങ്ങളുടേത് എന്താണോ അത് നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണത്. ചില ആളുകളുണ്ട്, ഇപ്പോൾ ഒരാളുടെ കയ്യിൽ കുറച്ച് അയാൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതായിരിക്കാം, കുറച്ചധികം പൈസ ഉണ്ടാകുമ്പോൾ മറ്റൊരാളത് ചോദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് എൻറ്റൈറ്റിൽഡ് കാരൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അവർ കാരൻസ് ഓർ കെവിൻസ് എന്തായാലും അവർക്ക് മറ്റുള്ളവരുടെ കയ്യിൽ കുറേ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ചുള്ളത് കൊണ്ട് അവർക്ക് എന്തുകൊണ്ട് എനിക്ക് തന്നുകൂടാ, എനിക്കത് അർഹതപ്പെട്ടതാണ്. ചില ആളുകൾ ആ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു ചിന്ത. അങ്ങനെയുള്ള ചിന്തയുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളും ആ ഒരു രീതി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേണമെങ്കിൽ അത് അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം. കർമ്മ എന്നുള്ളതുണ്ട്. നിങ്ങളുടെ കർമ്മ നിങ്ങളുടേതാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഏൺ ചെയ്തതാണത്. അത് വെറുതെ കൊടുക്കേണ്ട കാര്യമില്ല.
വെറുതെ ഇരുന്ന് മറ്റുള്ളവരുടെ എനർജിയിൽ നിന്ന് എടുക്കുന്ന ആളുകളെ മനസ്സിലാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ധനം നിങ്ങളുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ ദയവ് കാരുണ്യം എന്നുള്ളത് നല്ലതാണ്, പക്ഷെ അത് അർഹിക്കുന്നവർക്ക് കൊടുക്കാൻ പഠിക്കണമില്ലെങ്കിൽ അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കുക. സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരാൻ സാധ്യതയുള്ള സമയമാണ്. നിങ്ങളുടെ നന്മയും ഒക്കെ നന്മ അർഹിക്കുന്നവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.